Hi guys, I hope you guys doing well and staying safe. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡിനെ അൽസി സീഡെന്നും പറയുന്നത് ഞാൻ ഇതിനകത്ത് കണ്ടപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസിനെസ് എല്ലാം മാറ്റാൻ നല്ലതാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ കേൾക്കുക. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും അതേപോലെ തന്നെ 2 ഗ്ലാസ് വാട്ടറുമാണ് വേണ്ടത്. ഒരു 5 to 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇതേപോലെ നല്ലൊരു പതം വരും. ആ സമയത്ത് നമ്മൾ ഓഫാക്കുക. നല്ല ബടുബളാന്നിരിക്കും. എന്നിട്ട് നമ്മളിത് തണുപ്പിച്ചിട്ട് ഇങ്ങനെ തുണി വെച്ച് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അല്ലാണ്ട് പിഴിയുമ്പം ജെല്ല് വരാൻ കുറച്ചുകൂടെ പാടായിരിക്കും. സോ നിങ്ങളുടെ ഹെയറിൻ്റെ അതിനനുസരിച്ച് തന്നെ ഫ്ലാക്സീഡ് എടുക്കുക. നല്ല ബ്യൂട്ടി വീഡിയോസിനും ഹെയർ ഗ്രോത്ത് വീഡിയോസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിത് മേടിച്ചിട്ട് ഇപ്പോൾ 2 തവണ യൂസാക്കി. 2 തവണ യൂസാക്കിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ബേബി ഹെയർസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് യൂസാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അഫോർഡബിളുമാണ്. നമുക്ക് 100 രൂപയ്ക്ക് തന്നെ ഈ സംഭവം കിട്ടും. ഓൺലൈനിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ നല്ല റേറ്റിംഗ് റിവ്യൂ ഉള്ളത് തന്നെ നോക്കി മേടിക്കുക. നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫൊക്കെ പോകാനും നമ്മുടെ ഹെയർ നല്ല വോളിയത്തിൽ കിടക്കാനും അതേപോലെ തന്നെ ലെങ്ത് വെക്കാനും ഹെയറിൻ്റെ സ്പ്ലിറ്റ്നെസ് ഒക്കെ മാറ്റാനും എല്ലാം നമ്മുടെ ഹെയറിനൊരു അടിപൊളി സംഭവം തന്നെ. ഇത് മതി നമ്മുടെ ഹെയർ ഒന്ന് ഗ്രോ ചെയ്യാൻ. ഓക്കെ, എന്തായാലും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി നമ്മൾ ഹെയർ പാക്ക് ഇട്ടാം. ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ നല്ല ബബിളി ആയിട്ടിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 2 അല്ല 3 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ കുറേ നാളത് ഒരു പാക്കറ്റ് മേടിച്ചാൽ തന്നെ നിൽക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഫോണിൽ നോക്കിയിട്ട് ഉണ്ടാക്കാൻ നേരം ഇട്ടതുകൊണ്ട് ഇതൊരു 4-5 സ്പൂണിൽ കൂടുതലായി പോയി. ഇങ്ങനെ പാക്കറ്റോട് ഇടുമായിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ മുടിയിൽ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. കാരണം എന്നാൽ നല്ല ഒത്തിരി കട്ടിയാവണ്ട കേട്ടോ, ഒത്തിരി ബബ്ലി ആവണ്ട. നമ്മൾ 2 അല്ല 3 സ്പൂൺ ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ബബ്ലി അല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. സോ അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് 15 മിനിറ്റ് വെച്ചാൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഇതൊരു 30 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് വാഷാക്കി തരാം. നമ്മൾ സാധാ വെള്ളത്തിൽ വാഷാക്കി കളഞ്ഞാൽ മതി. പിന്നെ പ്രത്യേകിച്ച് മണം അങ്ങനെയൊന്നുമില്ല. ഒരു ഷാമ്പു ഒന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ്. നമ്മുടെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഹെയർ ഗ്രോത്തിന് നന്നായിട്ടാണ് ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഹെയറിൻ്റെ തുമ്പത്ത് വരെ ഇടണം. സ്പ്ലിറ്റൻസ് ഒക്കെ പോകത്തുള്ളൂ. നമ്മുടെ റൂട്ട് തൊട്ട് നമ്മുടെ താഴെ വരെ മുടിയുടെ ലെങ്തിന് ഇടുക. നിങ്ങൾ മുടിയുടെ ലെങ്ത് അനുസരിച്ച് വേണം അത് എടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 3-4 സ്പൂൺ ഇടുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ച് വേണമെന്നൊക്കെ. സോ അതിനനുസരിച്ച് ഇടുക. ഇനി ഞാൻ ഇന്ന് 30 മിനിറ്റ് കഴിഞ്ഞൊന്ന് വാഷാക്കിയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.